ഹലോ, നമസ്കാരം. ഞാൻ ജയശ്രീ ഗോവിന്ദൻ, വറി ഫ്രീ റിട്ടയർമെന്റ് കൺസൾട്ടന്റ്. ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം റിട്ടയർമെന്റ് ലൈഫിൽ എങ്ങനെ ലൈഫ് ഇൻഷുറൻസ് പോളിസി പ്രാധാന്യമാവുന്നു എന്നുള്ളതാണ്. പലപ്പോഴും ഞാൻ പറയാറുണ്ട് ലൈഫ് ഇൻഷുറൻസ് എടുക്കണം, നമ്മൾ എടുക്കേണ്ടത് ആവശ്യമാണ് എന്നൊക്കെ. അത് നമ്മളുടെ ജീവിതകാലം മുഴുവൻ നമുക്കൊരു സുരക്ഷിതം തരുന്ന ഒന്നാണ്. അതുപോലെ തന്നെ നമ്മളില്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിനും സുരക്ഷിതത്വം നൽകുന്ന ഒന്നാണ് ലൈഫ് ഇൻഷുറൻസ് പോളിസി എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ റിട്ടയർമെന്റ് ലൈഫിൽ അത് എങ്ങനെ കൂടുതൽ സ്വാധീനം ചെലുത്തും, അല്ലെങ്കിൽ അതെങ്ങനെ ഉപകാരപ്പെടുമെന്നും നമുക്ക് നോക്കാം. നമ്മളൊരു ഇൻഷുറൻസ് പോളിസി എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും അതിന്റെ മെച്യൂരിറ്റി ബെനിഫിറ്റ് ഒക്കെ നമ്മൾ വാങ്ങും. അതിനുശേഷം നമ്മൾ റിട്ടയർഡ് ആവുമെന്ന് വിചാരിക്കുക. ഒരു ഓൾ ലൈഫ് പോളിസിയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമ്മൾ റിട്ടയർഡ് ആയി കഴിഞ്ഞാലും നമ്മുടെ ജീവിതകാലം മുഴുവൻ ഒരു വരുമാന സ്രോതസ്സായിട്ട് അത് പ്രവർത്തിക്കും. അതിൽ പല ഓപ്ഷൻസ് ഉണ്ട്, ആന്യൂറ്റി ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് വാങ്ങാൻ കഴിയും. നമുക്ക് കൃത്യമായിട്ട് ഇടവേളകളിൽ നമ്മുടെ ജീവിത ചെലവിനുള്ള എമൗണ്ട് അവിടെ നിന്നും കിട്ടും. ജീവിതകാലം മുഴുവൻ അതൊരു സുരക്ഷിതത്വം നൽകുന്ന ഒന്നാണ്. ഇൻ കേസ് നമ്മൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാലും നമ്മുടെ ലൈഫ് പാർട്ട്ണർ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന് തുക കിട്ടുന്നതാണ്. അപ്പൊ അവരുടെ ജീവിതവും നമ്മൾ അങ്ങനെ ഭദ്രമാക്കുകയാണ്. പിന്നെ ഒരു ലൈഫ് ഇൻഷുറൻസ് പോളിസി എടുത്തു കഴിഞ്ഞാൽ റിട്ടയർമെന്റ് ജീവിതത്തിൽ നമുക്കത് പ്രധാനപ്പെടുന്നു എന്നാൽ മാത്രമല്ല, നമ്മളുടെ ഒരു ആസ്തി പോലെ നമുക്ക് അടുത്ത ജനറേഷന് കൈമാറാനായിട്ട് സാധിക്കും ഈ ലൈഫ് ഇൻഷുറൻസ് പോളിസി. പല രീതിയിലും ഞാൻ ഇങ്ങനെ ഇതിനെക്കുറിച്ചൊക്കെ പല എപ്പിസോഡുകളും സംസാരിച്ചിട്ടുള്ളത് തന്നെയാണ്. വീണ്ടും വീണ്ടും ഇത് പറയുന്നത് ആളുകൾക്ക് ഇനിയും ആ ഒരു അവബോധം, ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ എല്ലാവരും മുഖം തിരിക്കുന്ന ഒന്നാണ്. പക്ഷേ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായ ഒന്നാണ് ലൈഫ് ഇൻഷുറൻസും ഹെൽത്ത് ഇൻഷുറൻസും. പക്ഷെ ആളുകൾ അതിനേക്ക് ഇപ്പോഴും കൂടുതൽ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നില്ല എന്നതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഇതിനെക്കുറിച്ച് പറയുന്നത്. കാരണം ഇത്രയും വർഷങ്ങൾക്ക് ഉള്ള എൻ്റെ എക്സ്പീരിയൻസിൽ പല കാര്യങ്ങളും ജീവിതത്തിൽ നടക്കുന്ന, പലരുടെയും ജീവിതത്തിൽ വന്ന പല അനിശ്ചിത സംഭവങ്ങളും എല്ലാം ഞാൻ കാണുകയും മനസ്സിലാക്കുകയും ചെയ്തതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇത് പറയുന്നത്. നമുക്ക് പറഞ്ഞു തരാനേ പറ്റൂ, തീരുമാനമെടുക്കേണ്ടത് നിങ്ങളുടെയാണ്. നിങ്ങളുടെ ജീവിതം എങ്ങനെയാവണമെന്ന് നിങ്ങൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. അത് സുരക്ഷിതമാക്കണോ അല്ലയോ എന്നൊക്കെ ഉള്ളത്. അപ്പൊ ആർക്കെങ്കിലും ഇനിയെങ്കിലും ഇങ്ങനെ കേട്ടിട്ടെങ്കിലും അത് മനസ്സിലാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വീണ്ടും വീണ്ടും ഇതങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ലൈഫ് ഇൻഷുറൻസ് എടുക്കണം. കാരണം അത് നമ്മളുടെ ജീവിതകാലത്തിൽ നമുക്കത് ഉപകാരപ്പെടും. ഒപ്പം നമ്മളുടെ ജീവിതകാലത്തിന് ശേഷം നമ്മുടെ ലൈഫ് പാർട്ട്ണർക്ക് അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന്, കുട്ടികൾക്ക്, അവർക്കെല്ലാം ഉപകാരപ്പെടുന്ന ഒന്നാണ്. അപ്പൊ ലൈഫ് ഇൻഷുറൻസ് എടുക്കുന്നതുകൊണ്ട് നമുക്ക് റിട്ടയർമെന്റ് ലൈഫിലും അതിന്റെ ബെനിഫിറ്റ്, ആന്യൂറ്റി പോലെയുള്ള ബെനിഫിറ്റുകൾ നേടാം. നമുക്ക് ജീവിതകാലം മുഴുവൻ ഒരു വരുമാന സ്രോതസ് ഉണ്ടാക്കാം. നമ്മളുടെ ശേഷം നമ്മുടെ അടുത്ത ജനറേഷനിലേക്ക് ഒരു ആസ്തി പോലെ അത് കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് എസ്റ്റേറ്റ് പ്ലാനിങ്. അത് ആണ് ഉദ്ദേശിച്ചത്. എസ്റ്റേറ്റ് പ്ലാനിങ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു എസ്റ്റേറ്റ് ടാക്സ് ബെനിഫിറ്റിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതിന്റെ ക്യാഷ് വാല്യൂ അനുസരിച്ചിട്ട് നമ്മുടെ തലമുറയ്ക്ക് അത് പ്രയോജനപ്പെടും. കൂടുതൽ എമൗണ്ട് അല്ലെങ്കിൽ ഒരു അസറ്റ് കിട്ടുക എന്നുള്ള രീതിയിൽ അത് പ്രയോജനപ്പെടും. അതുപോലെ തന്നെ അതിൽ ലോൺ ഉണ്ടാവും. ഏതൊരു പോളിസിയിലും അതിന്റെ പ്രീ അപ്രൂവ്ഡ് ലോൺ ഉണ്ടാവും എന്ന് പറഞ്ഞു. അത് എന്തെങ്കിലും ഒരു അനിശ്ചിതത്വം നമുക്ക് റിട്ടയർമെന്റ് ലൈഫിലായാലും പെട്ടെന്ന് വരുന്ന ഒരു മെഡിക്കൽ സിറ്റുവേഷനിലോ എന്തെങ്കിലുമൊക്കെ നമുക്ക് ആ ഒരു എമൗണ്ട് ഉൾപ്പെടുത്താനായിട്ട് അല്ലെങ്കിൽ അതിന്റെ അത് ഉപകാരപ്പെടാനായിട്ട് സാധ്യമാകും. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം മനസ്സിൽ വയ്ക്കുക. തീർച്ചയായിട്ടും ഇനിയും നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെയോ നിങ്ങളുടെ കുടുംബത്തിന്റെ ലൈഫിനെയോ നിങ്ങൾ സുരക്ഷിതമാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും സുരക്ഷിതമാക്കാൻ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. കൂടുതൽ ഗൈഡൻസിനും വിവരത്തിനും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തൊരു എപ്പിസോഡിൽ കാണും വരെ ടേക്ക് കെയർ. ബൈ ബൈ.